കയറ്റിവെക്കൽ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കിട്ടിയ 4 പണ്ഡിതന്മാരെ കിട്ടിയ സമസ്തന്റെ കോളേജ് കൊണ്ടല്ലേ. അമ്പലക്കടവ് ഹമീദ് ഫൈലിയാണ്, ഓർത്ത് സംസാരിച്ചാൽ മതി. ഫൈലി ബിരുദം എവിടുന്നാണ് ലഭിക്കുന്നത്? തുറന്നു പറ. എന്താണ് ആ സ്ഥാപനത്തിന്റെ പേര്? ജാമിയ നൂരിയ. എന്താ നൂരിയ എന്ന് പറഞ്ഞ? ഹൈദരാബാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നൂർ ഷാ തങ്ങൾ സ്ഥാപിച്ച അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ വഖഫ് ചെയ്ത സ്ഥലത്താണ് ആ സ്ഥാപനം നിലകൊള്ളുന്നത്. അത് നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് വിശദീകരിക്ക്. ജാമിയ നൂരിയല്ലേ, ഒന്ന് വിശദീകരിക്ക്. എന്താ ഞാൻ പറഞ്ഞ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സത്യധാരയിൽ എഴുതിയ എന്താ എഴുതിയത്? ഇതാ, പട്ടിക്കാട് ജാമിയയും സ്വത്തുക്കളും നൂരിഷയുടേത് ആയിരുന്നോ? മൂപ്പരോട് ചോദ്യം, ജനറൽ സെക്രട്ടറിനോട്. അപ്പൊ മറുപടി എന്താ? ആദ്യകാലത്ത് അവ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഏത്? പട്ടിക്കാട് ജാമിയ നൂരിയ. എന്നിട്ട് എന്താ സംഭവിച്ചത്? നല്ല രസമുണ്ട്. റെക്കോർഡുകൾ ശരിയാക്കാൻ ഷംസുൽ ഉലമ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം പല നിബന്ധനകളും മുന്നോട്ട് വെക്കുകയും ചെയ്തു. റെക്കോർഡ് ശരിയാക്കാൻ വേണ്ടി ഷംസുലമ ആധാറിന്റെ രജിസ്റ്റർ ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഷംസുലമ അവിടെ പോയി. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ അദ്ദേഹം കുറച്ച് നിബന്ധനകൾ വെച്ചു. റെക്കോർഡുകളൊക്കെ ഉണ്ടായിക്കോളി, പക്ഷേ നിബന്ധന ഉണ്ട്. അതെന്താ? ഒന്ന്, ജാമിയ നൂരിയ എന്ന് പേര് വെക്കണം എന്നാ ഒന്ന്. അതൊന്നും മാറ്റിയിട്ടില്ല, മാറ്റാൻ കഴിയൂല. ഉറപ്പിച്ച് പറയാണ്, മാറ്റാൻ കഴിയൂല. നമ്മൾ മാറ്റാനൊക്കെ കാണണല്ലോ, വെറുതെ പറയല്ല. അപ്പൊ കൊണ്ടുവരും അതിനുള്ള തെളിവ്. അദ്ദേഹം മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ തന്നെ പ്രസിഡന്റ് ആക്കണമെന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം നിബന്ധന വെച്ച എന്താ? അദ്ദേഹത്തിന് മൂപ്പര മുരീദ് കറാച്ചി ബാപ്പുജി ഇങ്ങക്ക് വഖഫാണ് പറഞ്ഞാണ്ട് കൊടുത്തതാ. ആർക്ക്? നൂർ ഷാ തങ്ങൾക്ക്. സമസ്തക്ക് വഖഫാണ് പറഞ്ഞു കൊടുത്തതല്ല, അങ്ങനെ കൊടുത്തതാ. അങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ അദ്ദേഹം പറയാ, എന്നെ പ്രസിഡന്റ് ആക്കണം, ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട്. എന്തിനാ? അത് കയറി പോകാതെക്കാൻ വേണ്ടിയിട്ടാ. എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു, നൂർ ഷാ തങ്ങൾ പറഞ്ഞു. അപ്പോ ആ ആവശ്യം നിങ്ങൾ മുൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കുകയായിരുന്നു. ഞാൻ എന്തിനാ ഇതിനെ പറ്റി പറയണേ? നിങ്ങൾ മുൻ പ്രസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞാണ്ട് വല്ലേ എന്താ ഈ സംഗതി കൈക്കലാക്കി പോകുന്നു? ആരാ പറഞ്ഞു? ഞങ്ങൾ പറയല്ല. ഇത് സത്യധാരയിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തോടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതാ. എന്താ? സത്യധാര സ്പെഷ്യൽ പതിപ്പത് അയിലുള്ളത്. അയാളെ പറ്റിച്ചാണ് വെല്ലള് കൈക്കലാക്കി. എത്ര ഇപ്പൊ പറ്റിച്ച്? 100 ഏക്കർ തെങ്ങും തോട്ട. 50,000 50 കോടിയല്ല, എത്ര കോടിയാണ് ഈ ആളുകളെ ചൂഷണം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത്, അത് വെച്ച് തിന്നുന്നത് എന്ന് ഇവിടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾ മുൻ പ്രസിഡന്റാണ് പറഞ്ഞാണ്ട് വല്ല സംഗതി കയ്യിലാക്കി പോന്നു നോക്കിങ്ങള്. എന്നിട്ട് അതിന്ന് പഠിച്ചിറങ്ങിയ ആളാ ഹമീദ് ഫൈസി. എന്നിട്ട് പറ, നിങ്ങളൊക്കെ സമസ്തന്റെ സ്ഥാപനത്തിൽ നിന്നല്ലേ പഠിച്ചിറങ്ങിയത്? ഇതൊന്നും ഒന്ന് വിശദീകരിക്ക്. തീർന്നിട്ടില്ല. ഇതെന്താ അറിയോ? നൂറിഷക്കാരിറക്കിയ അവരുടെ അൽ ഇർഫാൻ മാസിക, നൂറുൽ മശായിഖ്, നൂറ്റാണ്ടിന്റെ യുഗപുരുഷൻ, ജാമിയ നൂരിയ സ്ഥാപകൻ സയ്യിദ് നൂർ ഷാ തങ്ങൾ തന്നെ. എന്താ പറഞ്ഞത്? ജാമിയ നൂരിയയുടെ സ്ഥാപകൻ സയ്യിദ് നൂർ ഷാ തങ്ങൾ തന്നെ. ആരാ സ്ഥാപിച്ചത്? സമസ്ത സ്ഥാപിച്ചതല്ല. നിങ്ങൾ പിഴച്ച ത്വരീഖത്താണ് എന്ന് വിധി എഴുതിയ ആ നൂർ ഷാ തങ്ങൾ സ്ഥാപിച്ച സ്ഥാപനം അതികുതന്ത്രം ഉപയോഗിച്ച് കട്ടെടുത്തു, അപഹരിച്ചെടുത്തു എന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞനുസരിച്ച് അതല്ലേ മനസ്സിലായി.